വെൽക്കം ടു ടൈനി ഹാപ്പിനെസ് ബൈ ഗോപിക. ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ലേസി വ്ളോഗാണ്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ല. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റ് മാറി പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് ആയി എന്നുള്ളത്. സോ എൻ്റെ ഈ പുതിയ അപ്പാർട്ട്മെൻറ്റ് ഒരു അൺഫർണിഷ്ഡ് അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. ലൈക്ക് കട്ടിലില്ല, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സോ കട്ടിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് അത് പാർട്സ് ആയിട്ടാണ് വന്നത്. ഞാനതെല്ലാം സമാധാനത്തിലിരുന്ന് ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം എന്തായാലും ഈ വ്ളോഗിൽ ഞാൻ എൻ്റെ റൂമും കാര്യങ്ങളൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല. എല്ലാം സെറ്റായി കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണുള്ളതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ എൻ്റെ റൂമിലേക്ക് തന്നെ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരു സെക്കൻഡ് ഷോപ്പിൽ പോവുകയാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു 10 minutes ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബസ്സിൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഷോപ്പിൽ നമുക്ക് എത്താൻ പറ്റും. ആ ഷോപ്പിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടുമെന്ന് നോക്കാം. എനിക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ നാട്ടിലെ അലമാര പോലത്തെ ഒരു ഷെൽഫ് പോലത്തെ ഒരു സംഭവം അത് വേണം. പിന്നെ ആവശ്യം ഒരു ടേബിൾ ലാമ്പ് വേണം. അങ്ങനെ കുഞ്ഞു കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതെല്ലാം എനിക്ക് അവിടെ നിന്ന് കിട്ടുമോ എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിന്ന് പോവാണ്. പോകുന്ന വഴിക്ക് ഞാൻ ഇതിനു വേണ്ടി പോകാൻ നിൽക്കുവാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, ഷീസ് ഫ്രം പെറു, പേര് പ്രസീല എന്നാണ്. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ക്ലാസ്മേറ്റ് ആണ് അവൾ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഓറിയൻറ്റേഷന് പോയപ്പോൾ അവളുമായിട്ട് കൂട്ടായതാണ്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവളും കൂടെ വരാം, കാരണം അവൾ ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് വെറുതെ ഒന്ന് ജസ്റ്റ് എല്ലായിടും ഒന്ന് കാണാമല്ലോ, ജസ്റ്റ് പോവാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പ്രസീലയും കൂടി വരാൻ വേണ്ടി ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അവൾ വന്ന ഉടനെ ഞങ്ങൾ ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ഈ സെക്കൻഡ് ഷോപ്പിലേക്ക് പോകും. ഓക്കെ ഗൈസ്, അപ്പോൾ പ്രസീല വന്നു. പ്രസീലയുടെ സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അവൾ വന്നപ്പോൾ എനിക്ക് ആ ടൈമിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ എന്തായാലും അവളുടെ ഫോട്ടോ ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതാണ് പ്രസീല. ഞാനും പ്രസീലയും കൂടി വർത്താനമൊക്കെ പറഞ്ഞിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിലേക്കാണ്. അതുള്ളത് ഫ്രാൻക്ഫർട്ട് വെഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്, ജർമ്മനിയിൽ. സോ ഞങ്ങളുടെ ഈ മേഴ്സൺ വെഗ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് 7 സ്റ്റോപ്പ് കഴിഞ്ഞാലാണ് ഈ പറയുന്ന സ്ഥലം എത്തുന്നത്. സോ അതിനു മുമ്പ് ഞങ്ങൾക്ക് സുദ്രിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി അവിടെ നിന്ന് വേണം ബസ് കയറാനായിട്ട്. ഈ സുദ്രിങ് നമ്മുടെ ഇവിടുന്ന് തൊട്ടടുത്താട്ടോ, ജസ്റ്റ് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അങ്ങോട്ടേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഫ്രാൻക്ഫർട്ട് വെഗിലേക്ക് ബസ് എടുക്കും. അങ്ങനെ ഒരു 10 മിനിറ്റ് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ബസ് വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ബസ്സിൽ കയറി. ഇനി നമുക്ക് ഫ്രാൻക്ഫർട്ട് വെഗിലെത്തിയിട്ട് കാണാം കേട്ടോ. ഇന്ന് അത്യാവശ്യം നല്ലൊരു സണ്ണി ഡേ ആയതുകൊണ്ട് എല്ലാവർക്കും തന്നെ ഹാപ്പി മൂഡാണ് പുറത്തിറങ്ങാനായിട്ട്. ഓക്കെ, അങ്ങനെ ഫ്രാൻക്ഫർട്ട് വെഗ് എത്തിയപ്പോൾ ഞാനും പ്രസീല അവിടെ ഇറങ്ങി. പ്രസീല തണുക്കണമെന്ന് പറഞ്ഞിട്ട് വേഗം ജാക്കറ്റൊക്കെ എടുത്ത് ഇടുന്നുണ്ട്. ഞാനാണെങ്കിൽ സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് നടക്കുവാണ്. എനിക്ക് ആക്ച്വലി ഈ പ്ലേസ് എക്സാക്ട്ലി എവിടെയാണെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ എൻ്റെ മുന്നത്തെ ഹൗസ് ഓണറാണ് എന്നോട് പറഞ്ഞത് ഇവിടെ ഈ സ്ഥലമുള്ള കാര്യം. അപ്പോൾ നമുക്കതൊന്ന് കണ്ടുപിടിക്കാം എവിടെയാണെന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കിയും വഴി കണ്ട ആൾക്കാരോടൊക്കെ ചോദിച്ചും നമ്മൾ കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് തന്നെ വന്നെത്തി. ഇവിടെ വന്നപ്പോൾ ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയി ഗൈസ്. കാരണം ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്, അതും വളരെ ചീപ്പ് റേറ്റിലും നല്ല ക്വാളിറ്റിയിലും. അങ്ങനെ ആ കാണുന്ന കടയിൽ നിന്ന് എൻ്റെ ഈ കൈ കാണുന്ന ടേബിൾ ലാമ്പ് ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ച് 10 യൂറോയ്ക്ക് പർച്ചേസ് ചെയ്തു. സെക്കൻഡ് ഷോപ്പിൽ ഞാൻ ശരിക്കും പോയതൊരു ഡ്രസ് കബോർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരെണ്ണം സോൾഡ് ഔട്ട് ആയി പോയിരുന്നു. അപ്പോൾ അവിടുത്തെ കടയിലെ ആൾ എന്നോട് പറഞ്ഞു പോയിട്ട് വേറൊരു ദിവസം വിളിച്ച് ചോദിച്ചിട്ട് വരാൻ പറഞ്ഞ് നമ്പറും തന്നെ എന്നെ പറഞ്ഞു വിട്ടു. ആ പുള്ളിക്കാരനാണെങ്കിൽ ഇംഗ്ലീഷ് തീരെ അറിയാൻ പാടില്ലായിരുന്നു. ഫുൾ ജർമ്മനിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. എനിക്കറിയാവുന്ന തട്ടിമുട്ടി ജർമ്മനിൽ ഞാനും എങ്ങനെയൊക്കെയോ പറഞ്ഞു ഒപ്പിച്ചു. ആ വഴി ഞങ്ങൾ നടന്ന് വന്ന് കയറിയത് പോക്കോടകത്തേക്കാണ് കേട്ടോ. പോക്കോ ഒരു ഫസ്റ്റ് ഹാൻഡ് ഷോപ്പാണ്. ഇവിടെ നമുക്ക് എല്ലാ ഇലക്ട്രോണിക്സ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ കിട്ടും. പക്ഷേ വില ഭയങ്കര കൂടുതലായിരിക്കും. കുറച്ച് നേരം പോക്കോയിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നതിന് ശേഷം പ്രസീലയുടെ കയ്യിൽ കാണുന്ന ഈ 2 ചവിട്ടിയും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ബസ് നമ്പർ 20 ടു സുദ്രിങ്. അങ്ങനെ ഞങ്ങൾ ആ ബസ്സിൽ കയറി.
ബസ്സിലിരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആ സർപ്രൈസ് കണ്ടത്. ഇതായിരിക്കുന്നു ഞങ്ങളുടെ ഫ്രണ്ട് മേധ. അവളെങ്ങോട്ടോ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അവൾക്കുള്ള ട്രെയിൻ വൈകുന്നേരം 3:20 അത്രയും നേരം സമയം കളയാൻ വേണ്ടിയിട്ട് അവളെ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വിചാരിച്ച് ബസ്സിൽ കയറിയപ്പോഴാണ് ഞങ്ങളെ രണ്ടുപേരെയും കണ്ടത്. അങ്ങനെ കളിച്ച് ചിരിച്ച് കുറേ നേരം ബസ്സിലിരുന്ന് വർത്താനവും പറഞ്ഞ് ഞങ്ങളുടെ സ്റ്റോപ്പ് എത്തി. അങ്ങനെ സ്റ്റോപ്പിലിറങ്ങി നമുക്ക് 3 പേർക്കും കൂടെ എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാമെന്ന് ഡിസൈഡ് ചെയ്തു. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്കായിരുന്നു. അവിടെ പോയിരുന്ന് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം മേധ അവളുടെ ഫ്രണ്ടിനെ കാണാനായിട്ട് ഫ്രാൻക്ഫർട്ടിലേക്കും പോയി. പ്രസീല അവളുടെ അപ്പാർട്ട്മെൻറ്റിലേക്കും തിരിച്ചുപോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുട്ടി വ്ളോഗിൻ്റെ അകത്തുള്ള വിശേഷങ്ങൾ. എൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സോ അടുത്ത വ്ളോഗിൽ കാണുന്നവരേക്കും ബൈ ബൈ.